ഹായ് കൂട്ടുകാരെ, നമുക്കൊരു തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി കണ്ടാലോ. ഞങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചൂടായ എണ്ണയിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 4 ഏലക്കായ, 4 ഗ്രാമ്പു, 2 കഷ്ണം പട്ട, ഒരു തണ്ട് കറിവേപ്പില, ഒരു സവാള അരിഞ്ഞത്, ഇതും കൂടെ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. വഴന്ന് വരുമ്പോൾ ഈ കപ്പിന് 10 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഈ കപ്പിന് 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 10 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്കൊരു മുറി തേങ്ങ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും ഇട്ട് നല്ലൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച അരി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് ഇളക്കി നല്ലോണം മൂടി വെക്കുക. അരിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിനും വ്യത്യാസപ്പെടുത്താം. ഞാൻ റേഷൻ അരിനെക്കാട്ടും കുറച്ച് വേവുള്ള അരിയാണ് എടുത്തിട്ടുള്ളത്. അരിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് മാറും. ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുത്ത് മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കുക. നമ്മളെ തേങ്ങാച്ചോറ് റെഡി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ കമൻറ്റ് ബോക്സ്. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ചെയ്യണേ.